ഒരു യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ശത്രുവിൻ്റെ എല്ലാ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെയും കബളിപ്പിച്ച് കമാൻഡ് സെൻറ്ററുകളും എയർബേസുകളും റഡാർ സ്റ്റേഷനുകളും തന്ത്രപ്രധാന കേന്ദ്രങ്ങളും ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ നിന്ന് കൃത്യമായി തകർക്കാൻ കഴിയുന്ന ഒരായുധം. ഇത്തരത്തിൽ അമേരിക്കയ്ക്ക് ടോമഹോക്ക് മിസൈലുകളുണ്ട്, റഷ്യയ്ക്ക് കാലിബർ മിസൈലുകളും ചൈനയ്ക്ക് CJ-10 എന്ന മിസൈലുമുണ്ട്. ഇപ്പോൾ ആ പട്ടികയിലേക്ക് ഇന്ത്യയും പ്രവേശിച്ചിരിക്കുകയാണ്. 2026 ജൂൺ 15 DRDO വിജയകരമായി പരീക്ഷിച്ചത് ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ അഥവാ LRLACM ആണ്. ഇന്ത്യയുടെ ഏറ്റവും ശക്തമായ ദീർഘദൂര ക്രൂയിസ് മിസൈൽ പദ്ധതികളിലൊന്നായി ഇതിനെ വിശേഷിപ്പിക്കപ്പെടുന്നു. എന്നാൽ എന്താണ് ഈ മിസൈലിൻ്റെ പ്രത്യേകത? ഇത് ബ്രഹ്മോസിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമാണ്? എന്തുകൊണ്ടാണ് ഇത് ഇന്ത്യയുടെ പ്രതിരോധ തന്ത്രത്തിൽ ഒരു ഗെയിം ചേഞ്ചർ ആകുന്നത്? നമുക്ക് പരിശോധിക്കാം. വെൽക്കം ടു ജിയോ പൊളിറ്റിക്കൽ മീഡിയ ഇന്ത്യൻ പേഴ്സ്പെക്റ്റീവ്. ഒഡീഷ തീരത്തുള്ള ഡോക്ടർ APJ അബ്ദുൽ കലാം ദ്വീപിൽ നിന്നാണ് LRLACM വിജയകരമായി വിക്ഷേപിച്ചത്. മിസൈലിൻ്റെ മുഴുവൻ പരീക്ഷണ ലക്ഷ്യങ്ങളും വിജയകരമായി പൂർത്തിയാക്കിയതായി DRDO സ്ഥിരീകരിച്ചു. ഇനി എന്താണ് LRLACM എന്ന് പരിശോധിക്കാം. LRLACM എന്നത് ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ എന്നതിൻ്റെ ചുരുക്കപ്പേരാണ്. ഏകദേശം 1000 മുതൽ 1500 കിലോമീറ്റർ വരെ ദൂരെയുള്ള ലക്ഷ്യങ്ങളെ കൃത്യതയോടെ ആക്രമിക്കാൻ കഴിയുന്ന ഒരു ദീർഘദൂര ക്രൂയിസ് മിസൈൽ. ഏകദേശം 6 മീറ്റർ നീളവും 1 ടൺ ഭാരവുമുള്ള ഈ മിസൈൽ ഇന്ത്യയിൽ തന്നെ വികസിപ്പിച്ച മാനിക് സ്മാൾ ടർബോഫാൻ എഞ്ചിൻ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഇത് വളരെ താഴ്ന്ന ഉയരത്തിൽ ഭൂമിയോട് ചേർന്ന് പറക്കുന്നതിനാൽ ശത്രുവിൻ്റെ റഡാറുകൾക്ക് ഇത് കണ്ടെത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇത് ടെറൈൻ ഹഗ്ഗിംഗ് ഫ്ലൈറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അതേസമയം കടലിനോട് ചേർന്ന് സീ സ്കിമ്മിംഗ് ഫ്ലൈറ്റ് പ്രൊഫൈലിലും സഞ്ചരിക്കാൻ ഇതിന് കഴിയും. അതുപോലെ ബ്രഹ്മോസും LRLACM തമ്മിലുള്ള വ്യത്യാസം പലർക്കും ഒരു സംശയമുണ്ടാകും. ബ്രഹ്മോസ് ഉള്ളപ്പോൾ പിന്നെ എന്തിനാണ് പുതിയ മിസൈൽ? ഉത്തരം വളരെ ലളിതമാണ്. ബ്രഹ്മോസ് ഒരു സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ്. അതായത് ശബ്ദത്തിൻ്റെ 2.5 മടങ്ങ് വേഗത്തിൽ ആക്രമണം നടത്താൻ അതിന് കഴിയും. എന്നാൽ LRLACM ഒരു സബ്സോണിക് മിസൈലാണ്. അതായത് ശബ്ദത്തേക്കാൾ കുറഞ്ഞ വേഗത്തിൽ കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ കഴിയുന്ന ശത്രുവിൻ്റെ റഡാറുകളെ ഒഴിവാക്കി കടന്നു കയറാൻ രൂപകൽപ്പന ചെയ്ത ഒരു ക്രൂയിസ് മിസൈലാണിത്. ഒരു യുദ്ധ സാഹചര്യത്തിൽ ബ്രഹ്മോസ് സ്പീഡ് സ്ട്രൈക്ക് വെപ്പണാണെങ്കിൽ LRLACM സ്റ്റെൽത്ത് ഡീപ്പ് സ്ട്രൈക്ക് വെപ്പണാണ്. ഇന്ത്യക്ക് ഇത് എന്തുകൊണ്ടാണ് നിർണായകമാകുന്നത്? ആധുനിക യുദ്ധങ്ങളുടെ സ്വഭാവം മാറുകയാണ്. ഇന്ന് വിജയിക്കുന്നത് അതിർത്തിയിൽ മാത്രം പോരാടുന്നവർ അല്ല. ശത്രുവിൻ്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻറ്ററുകൾ, എയർ ഡിഫൻസ് നെറ്റ്വർക്കുകൾ, റഡാർ സ്റ്റേഷനുകൾ, ലോജിസ്റ്റിക് ഹബ്ബുകൾ, എയർ ബേസസുകൾ എന്നിവയെ യുദ്ധത്തിൻ്റെ ആദ്യ മണിക്കൂറിൽ തന്നെ തകർക്കാൻ കഴിയുന്നവരാണ് മേൽക്കൈ നേടുന്നത്. LRLACM ഇന്ത്യക്ക് അത്തരമൊരു ശേഷി നൽകുന്നു. ശത്രു രാജ്യത്തിൻ്റെ ഉൾപ്രദേശങ്ങളിലുള്ള തന്ത്രപ്രധാന കേന്ദ്രങ്ങളെപ്പോലും ഇന്ത്യൻ സേനയ്ക്ക് സുരക്ഷിത അകലത്തിൽ നിന്ന് ആക്രമിക്കാൻ കഴിയും. ഈ പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്നത് ഇന്ത്യൻ നാവികസേനയാണ്. ഭാവിയിൽ ഇന്ത്യൻ യുദ്ധക്കപ്പലുകളിൽ യൂണിവേഴ്സൽ വെർട്ടിക്കൽ ലോഞ്ച് സിസ്റ്റം വഴി ഈ മിസൈൽ വിന്യസിക്കാനാണ് പദ്ധതി. അങ്ങനെ സംഭവിച്ചാൽ അറബിക്കടലിലോ ബംഗാൾ ഉൾക്കടലിലോ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾക്ക് ശത്രുരാജ്യത്തിൻ്റെ ഉൾപ്രദേശങ്ങളിലുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിയും. അതും ശത്രുവിൻ്റെ തീരപ്രദേശത്തേക്ക് പ്രവേശിക്കാതെ തന്നെ. ഇത് ഇന്ത്യയുടെ മാരിടൈം സ്ട്രൈക്ക് കേപ്പബിലിറ്റിയെ മറ്റൊരു പുതിയ തലത്തിലേക്ക് ഉയർത്തും. 2026 ജൂൺ 15 ഈ പരീക്ഷണം ഇന്ത്യയുടെ പ്രതിരോധ ചരിത്രത്തിലെ മറ്റൊരു നാഴികക്കല്ലായി മാറിയേക്കാം. കാരണം LRLACM ഒരു പുതിയ മിസൈൽ മാത്രമല്ല, ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളെ കൃത്യതയോടെ ആക്രമിക്കാൻ ഇന്ത്യക്ക് ലഭിക്കുന്ന ഒരു പുതിയ തന്ത്രപ്രധാന ശക്തിയാണ്. ഭാവിയിലെ യുദ്ധങ്ങളിൽ ശത്രുവിൻ്റെ പ്രതിരോധ വലയങ്ങൾ മറികടന്ന് ആഴത്തിലുള്ള ലക്ഷ്യങ്ങളെ നിശബ്ദമായി വേട്ടയാടാൻ കഴിയുന്ന ഇന്ത്യയുടെ സ്വന്തം ടോമഹോക്ക് ആയി LRLACM മാറും.